നിങ്ങളുടെ ഫോണിൽ നിന്ന് അബദ്ധവശാൽ ഡിലീറ്റ് ആയ ഫോട്ടോസ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേരുടെ ഫോട്ടോസ്, അതായത് മെമ്മറീസ്, ഓൾഡ് മെമ്മറീസ് ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഫോട്ടോസൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോകാറുണ്ട്, അല്ലെങ്കിൽ എത്ര തപ്പിയിട്ട് അത് മിസ്സായി പോയിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. സോ മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോസ്, അതായത് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. സോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. സോ നിങ്ങളുടെ ഫോട്ടോസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഗൂഗിൾ ഫോട്ടോസ് ആണ്. ഗൂഗിൾ ഫോട്ടോസിൻ്റെ ബിന്നിൽ ചിലപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ആയി പോയ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് എടുത്ത് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അവിടെ ഉണ്ടോ ചെക്ക് ചെയ്യുക. സോ അവിടെ നിങ്ങളുടെ ഫോട്ടോസ് ഇല്ലെങ്കിൽ റീസൈക്കിൾ ബിന്നിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോസ് റിക്കവർ ചെയ്യുന്നത്? ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യണം. പക്ഷേ ഇത് നിങ്ങൾക്ക് റൂട്ട് ചെയ്യാതെ തന്നെ ഈ ഫോട്ടോസൊക്കെ മാക്സിമം ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് ട്രൈ നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക് ഡിഗർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഡിസ്ക് ഡിഗർ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഇതിലൊരു സെറ്റിംഗ്സ് മാറ്റാൻ കേട്ടോ. ഈ ഒരു സെറ്റിംഗ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫോട്ടോസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഡിസ്ക് ഡിഗർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുക. അതിൽ സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ് ഉണ്ട്, സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോസും ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ സെർച്ച് ഫോർ അതർ ഫയൽസ് എന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സ്കാൻ എന്നുള്ളതാണിത്. ജസ്റ്റ് ഈ ഒരു സെർച്ച് ഫോർ ഫോട്ടോസ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അലോ പെർമിഷൻ കൊടുക്കേണ്ടി വരും. സോ ജസ്റ്റ് അലോ ആക്സസ് എന്നുള്ളത് കൊടുത്ത ശേഷം സെറ്റിങ്സിൽ പോയിട്ട് ഇതിന് അലോ കൊടുക്കുക. അതിൻ്റെ പെർമിഷൻ അലോ കൊടുത്ത ശേഷം ബാക്ക് വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യും, ഓട്ടോമാറ്റിക് റൺ ചെയ്യും. അതായത് നിങ്ങൾ ഏതൊക്കെ ഫയൽസ് പോയിട്ടുണ്ട് അതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ഒരു ബേസിക് സ്കാനാണിത്. നിങ്ങൾക്ക് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇതിലൊരു സെറ്റിങ്സ് മാറ്റാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് മാറ്റാനുള്ളത്, അതായത് നിങ്ങൾക്കിവിടെ ഇഗ്നോർഡ് ബൈ സെറ്റിങ്സ് ഏറ്റവും താഴെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ടോട്ടലി 216 ഫോട്ടോസ് റിക്കവർ ആയിട്ടുണ്ട്. ഇതിൽ ഇഗ്നോർഡ് ബൈ 50 ഇഗ്നോർഡ് ബൈ സെറ്റിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മിനിമം ഫയൽ സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 10,000 കൊടുത്ത് ജസ്റ്റ് അതൊന്ന് 1000 ആയി കൊടുക്കുക. അതുപോലെ അത് ജസ്റ്റ് ഈ ഒരു തംബ്നെയിൽ സൈസ് എന്നുണ്ട്, സ്മാൾ, മീഡിയം, ലാർജ് എന്നുള്ളത്. ഇതിൽ എന്താ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസൊക്കെ ആയിരിക്കും കിട്ടുക. മീഡിയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടും. ലാർജ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിക്സൽ കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് കിട്ടും. സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൂന്നും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം ഇവിടെ റിക്കവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത് ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം റിക്കവർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ഡിവൈസിലേക്കാണ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത്. ഫസ്റ്റ് എന്നുള്ളത് ഗൂഗിളിലേക്ക് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലേക്ക് റെക്കമെൻഡ് ആണ്. പക്ഷേ നമുക്ക് ലോക്കലി, അതായത് നമ്മുടെ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഫോണിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ ഫയൽ മാനേജറിലേക്ക് പോകും. അവിടെ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഡിസ്ക് ഡിഗർ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഫോട്ടോസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.